എല്ലാവരും ഈ പെർഫെക്റ്റ് കണ്ടീഷന് വേണ്ടി കാത്തിക്കും. നല്ല ഐഡിയ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ല നല്ല ഗാഡ്ജറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ വീഡിയോ ഉണ്ടായാൽ തുടങ്ങുക, നല്ല ഐഫോണൊക്കെ വാങ്ങിയിട്ട് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഇടുക, അങ്ങനെയൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മൊമെൻ്റ് വരില്ല. ഞാൻ കുറേ കാലമായിട്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം, വീഡിയോ ഇടണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. നല്ല ഐഡിയ വരട്ടെ, അല്ലെങ്കിൽ ഐഫോണൊക്കെ വാങ്ങട്ടെ, എന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഇടാം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാൻ പറ്റട്ടെ, എന്നിട്ടൊക്കെ വീഡിയോ ഇടൽ തുടങ്ങുക, അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ നിൽക്കിയിരുന്നു. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തു, കുറേ കാലം വെയിറ്റ് ചെയ്തു, കോൺഫിഡൻസ് വരട്ടെ എന്നിട്ട് വീഡിയോ ഇടാം. അങ്ങനെ ഏകദേശം ഒരു കൊല്ലമൊക്കെ ഇതേപോലെ വെയിറ്റ് ചെയ്തിരുന്നുണ്ടാവും. സംഭവം ശരിയാണ്, നമുക്ക് ആ ഒരു ഫീലിംഗ് വരും, വെയിറ്റ് ചെയ്യുക, റെഡിയാവും എന്നുള്ളത്. പക്ഷേ ഒന്നും ശരിയാവില്ല. കാരണം കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരിക്കലും വരില്ല. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാജുവലി ബിൽഡ് ചെയ്ത് വരുന്നൊരു സാധനമാണ് ഈ കോൺഫിഡൻസ്. അപ്പോൾ അത് തുടങ്ങുന്നതിൻ്റെ മുന്നേ എന്തായാലും വരില്ല. തുടങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. അങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഉള്ളൊരു റീഫ്രെയിം എന്ന് പറയുന്നത്, നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, സ്റ്റാർട്ട് ചെയ്യണത് റെഡി ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതാണ്, അപ്പോഴാണ് നമ്മൾ റെഡി ആവുന്നത്. നമ്മളിപ്പോൾ വീഡിയോസ് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഓരോ വീഡിയോസും ബെറ്ററായി വരും. നമ്മളെ കണ്ടൻറ്റ് ഓരോ ഇതിലും ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിടുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടാൽ ആ വീഡിയോ നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രൂഫ് നമ്മൾ ബിൽഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇതിപ്പോൾ 3-4ാമത്തെ വീഡിയോ ഒക്കെയാണ്. അങ്ങനെ ഓരോ ഇതിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ബെറ്ററായി വരിക. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും നടക്കില്ല. ഈ വെയിറ്റ് ചെയ്തിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കണ ആ പെർഫെക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ശരിക്കില്ല. അങ്ങനെ ഒരു പെർഫെക്റ്റ് കണ്ടീഷൻ ഒരിക്കലും ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴാണോ അതാണ് ആ പെർഫെക്റ്റ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളെന്തെങ്കിലും തുടങ്ങാൻ നിൽക്കുന്നതിന് മുന്നേ നമ്മളൊരു വെയിറ്റ് ചെയ്യുമല്ലോ, നമ്മൾ റെഡി ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമല്ലോ. ആ ഫീലിംഗ് നമുക്ക് എന്താണ് തന്നത് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ട്? ആ വെയിറ്റിംഗ് കൊണ്ട് എന്ത് നേടി? നേരെ മറിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇപ്പം എന്തൊക്കെ ആവാമായിരുന്നു?